ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടക്കുന്ന കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കോളേജിനകത്തേക്ക് കയറി നോക്കാം. ഇത് ഞാൻ പഠിച്ച കോളേജാണ്, എൻ്റെ സ്വന്തം കോളേജാണ്. ഏകദേശം ഒരു 3 വർഷക്കാലം ഞാൻ തലകുത്തി മറിഞ്ഞ കോളേജാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തൊക്കെ ഞാനിപ്പോഴും ഇവിടെ പഠിക്കുന്ന ഒരാളായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇനാഗുറേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടെ വ്യക്തമായിട്ടൊരു ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചാർട്ടാണിത്. അതെ, ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. ഇവിടെ ഏകദേശം എല്ലാ സെഷൻസും, അതായത് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയൊരു നോബൽ പ്രൈസ് വിന്നറുടെ ഒരു പ്രബന്ധം അവതരണം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇയാളുടെ പ്രസംഗം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് നോബൽ പ്രൈസ് വിന്നറുടെ പ്രസംഗത്തിലേക്ക് കടക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോബൽ പ്രൈസ് വിന്നർ ഇത്ര അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു മെഡലിസ്റ്റിനെ കണ്ടിട്ടില്ല. പക്ഷേ അതിലും വലിയൊരു പുരസ്കാരം ഭാവി ലഭിക്കാൻ പോകുന്ന ഒരാൾ ഞാൻ ഡെയിലി കാണാറുണ്ട് കണ്ണാടിയിൽ. ഇവിടെ ഏകദേശം ഒരു 100ഓളം സ്റ്റാള് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. അതായത് ഫെബ്രുവരി 8-ാം തീയതി. ഫെബ്രുവരി 9-നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അതായത് പവലിയനും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. DNA എക്സ്ട്രാക്ഷൻ കിറ്റ്സും ആൻറ്റി ഓക്സിഡന്റ് കിറ്റ്സും ആണ് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് കിൻഫ്ര പാർക്കിൽ സൈജൻ ബയോടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. DNA എക്സ്ട്രാക്ഷൻ കിറ്റ് എന്ന് വെച്ചാൽ കൺവെൻഷണൽ മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1 hour 2 hours മുകളിൽ എടുക്കും. കാരണം റിയേജൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം, പിന്നെ ലാബ് എക്യുപ്മെൻറ്റ്സ് ആയാലും കൂടുതൽ വേണം. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു വാട്ടർ ബാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പരിപാടി തീർക്കാൻ പറ്റും ചെയ്യും. പിന്നെ ഒരു 30 minutes നമുക്ക് ഫുള്ളി ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഹൈ ഈൽഡ് കിട്ടും ചെയ്യും. എത്ര ടഫ് സാമ്പിൾ ആണെങ്കിൽ പോലും നമുക്ക് ഈൽഡ് ഹൈ ഈൽഡ് കിട്ടും. പിന്നെ ഇത് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻറ്റ് കിറ്റാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് കിറ്റ് വരുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ട് സാമ്പിൾ അല്ലെങ്കിൽ വെജിറ്റബിൾ വേറെ കൾച്ചർ ആ സാമ്പിളിൽ നിന്നാണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി DPPH, ഫ്രാപ്പ്, ABPS പോലത്തെ SAയുടെ കിറ്റ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ട്. പിന്നെ ബയോ സർവീസാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിപ്പോൾ റിസർച്ചേഴ്സിനാണ് മെയിനായിട്ട്. ഇപ്പം സെൽ കൾച്ചർ, സെൽ സർവീസസ്, അങ്ങനത്തെ സീക്വൻസിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡക്റ്റ് ആണല്ലേ? ഇത് ആൻറ്റി ഓക്സിഡന്റ് കിറ്റ്, ഇത് മാഗ്നറ്റിക് ബീഡ്. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണ് ഈ ആൻറ്റി ഓക്സിഡന്റ് കിറ്റിന്റെ? ഇപ്പം ടോട്ടൽ ആൻറ്റി ഓക്സിഡന്റ് SA, ഫ്രാപ്പ്, ABTs അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ കിറ്റ്സ് ഉണ്ട്, അപ്പോൾ ഓരോ നെയിമാണ്. അപ്പോൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് സാമ്പിൾ അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും സാമ്പിൾ വരുവാണെങ്കിൽ നമുക്ക് അതിൽ എത്രത്തോളം ആൻറ്റി ഓക്സിഡന്റ് കണ്ടന്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കൂടുതലും ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ സ്റ്റഡീസും കാര്യങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെറിയ കമ്പനീസും കാര്യങ്ങൾക്കും ചില കമ്പനീസിലും ആവശ്യം വരുന്നുണ്ട്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് നോക്കാനും അവരുടെ അങ്ങനെ. ഈ DNA സാമ്പിൾ ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് എടുക്കാൻ വേണ്ടി പറ്റുമോ? പബ്ലിക്കിന് നമുക്കത് ആവശ്യം നമുക്ക് അല്ല, പേഴ്സണൽ പർപ്പസിന് നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, റിസർച്ചേഴ്സിനാണല്ലേ. ഇപ്പം എൻ്റെ ഒരു ആൻസിസ്റ്റർ അല്ല, അത് അറിയാനായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതല്ല, അത് പിന്നെ സീക്വൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓ, നമ്മളെന്നെ ചെയ്യേണ്ടതല്ലേ? അത് പക്ഷേ അങ്ങനെയല്ല, അത് നമുക്ക് ചെയ്യണേ പുറത്ത് കൊടുത്ത്. എൻ്റെ ഒരു സാമ്പിൾ വന്നാൽ അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? DNA നമുക്ക് കണ്ടുപിടിക്കാം. പറ്റുമല്ലേ? DNA ഉണ്ട് എന്നുള്ള ആ ഒരു പ്രസൻസ് എത്രത്തോളം ഈൽഡിൽ ആ DNA നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ആൻസിസ്റ്റർ അതൊക്കെയാണ് DNA ഫിംഗർ പ്രിന്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഫൈലോജനെയൊക്കെ പറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. താങ്ക്സ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇലക്ട്രിക് മറ്റേ ടില്ലറാണതാ. ഇപ്പോഴുള്ള ടില്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ടില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോളും ഡീസലും വെച്ച് യൂസ് ചെയ്യുന്നതാണ്. അതിനെക്കാട്ടും അത് സെയിം മറ്റേ പവറിൽ അത് തരുന്നതിനെക്കാട്ടും കൂടുതൽ എഫിഷ്യൻസി ഇത് തരും. നമുക്കിപ്പോൾ 1 ലിറ്റർ പെട്രോളിനകത്ത് വരുന്ന പൈസ മറ്റേ 107 അങ്ങനെ തൊട്ട് 108. അപ്പോൾ അത് 1 ലിറ്റർ അതിൻ്റെ പൈസേനെക്കാട്ടും കുറേ 10 രൂപയ്ക്ക് കിട്ടാനാണ് ഹയർ റേഞ്ചിൽ ഇലക്ട്രിസിറ്റിയിൽ വെച്ച് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 15 HP-ലാണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. മറ്റേ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. എത്ര സമയം വരെ നിൽക്കും? 4.5 മണിക്കൂർ. അത്ര കിട്ടും അല്ലേ? ഓക്കെ, കണ്ടിന്യൂസ്. ഓക്കെ. മോട്ടർ അതിൻ്റെ ബാറ്ററി ചാർജിങ്ങിൻ്റെ അത്
കുട്ടികൾ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണല്ലേ. താങ്ക്സ്. Technology transfer, incubation, testing, and service facilities. Incentive for using natural dyes. Energy from the center, which will generate high electrical conductivity for the provided state. Using these aids, they could develop prototype devices like wearable heaters, RFID antennas, EMI shielding structures, piezo-resistive sensors, vital sensors, and energy harvesters. CSIRO's has state-of-the-art advanced materials സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണെന്ന്? ഞാൻ നാട്ടിലുള്ള ആളിതാണ്, കാസർഗോഡ് പബ്ലിക്കാണ്. ഇവിടുത്തെ ഫോർമർ സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ ടെക്നിക്കൽ സ്ട്രീമാണ്? മനസ്സിലായിട്ടാ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫിസിക്സ് ആണ് പഠിച്ചത്, മാത്സ് ആണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും DRDOന്റെ ഒരു ലാബാണ്, NPOL എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. കേരളത്തിലെ ഒരേ ഒരു ലാബാണ്. നമ്മളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോണാറാണ്. റഡാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സോണാർ നമ്മൾ സൗണ്ട് വെച്ചിട്ട് ഡിസ്റ്റൻസ് അളക്കുന്ന അല്ല, അതൊരു ബേസിക് ഇതാണ്. അപ്പോൾ അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് DRDO ലാബാണ്. ഓക്കെ. കേരളത്തിലെ ഒരേ ഒരു ലാബാണ്. ഓക്കെ. എവിടെയാണത്? കൊച്ചിയിലാണ്. അതാ. അപ്പോൾ ഈ സോണാറിൻ്റെ ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന PSET ആണ്. PSET അറിയാലേ? പീസോ ഇലക്ട്രിക്. ഓക്കെ. അപ്പോൾ ഈ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിന് നമ്മൾ ഒരു വശത്ത് ഫേസ് ന്യൂട്രലുണ്ട് ഇതിന്, ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. തിരിച്ച് വൈബ്രേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി അതല്ലേ? വളരെ മില്ലി വോൾട്ടേ ഉണ്ട്. ഞാൻ തിയറിറ്റിക്കലി അതേടെ കേട്ടിട്ടുണ്ട്. ഇത് കാണുന്ന ആദ്യമായിട്ടാണ് ഇത്. അതിനെ ഇതേപോലെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇത് പോസിറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ക്യുമുലേറ്റീവ് ആയിട്ട് വൈബ്രേഷൻ ചെയ്യും. അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വേറെ ഷേപ്പുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എലമെന്റ്സ് ഉണ്ടാക്കുന്നത്. അത് ഒരേ സമയത്ത് നമ്മൾ സ്പീക്കർ മൈക്കായിട്ട് ഉപയോഗിക്കാം, മൈക്ക് സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് ഇത്. പക്ഷെ അതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് പവർ പമ്പിങ്ങിന് ഉപയോഗിക്കും. റിസപ്ഷന് വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ ഉപയോഗിക്കും. ഇതൊക്കെ റിസപ്ഷൻ പമ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. റിസപ്ഷന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏത് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാലും പിടിക്കുന്ന രീതിയിൽ അങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്. പിന്നെ അത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സോണാർസാണ്. അപ്പോൾ ഇതിൽ സോണാർ തന്നെ എല്ലാം അറിയുന്ന ആപ്ലിക്കേഷൻ, അണ്ടർ വാട്ടർ ആപ്ലിക്കേഷനാണ്. നമ്മളുടെ സർഫസ് ഷിപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, സബ്മറൈൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇനി എയർബോൺ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്നതുണ്ട്. അതിൽ തന്നെ പല ആപ്ലിക്കേഷനുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിപ്പിക്കുന്ന രീതി അനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ അതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ഒരു ബോയിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോ മൗണ്ടഡ് എന്ന് പറയും. ഹള്ളിൽ പിടിക്കുകയാണെങ്കിൽ ഹൾ മൗണ്ടഡ് എന്ന് പറയും. ഇനി ഈ പാമ്പ് പോലെ ഇരിക്കുന്നത് ടോഡറിയാണ്. ഷിപ്പിൻ്റെ ശരിയായിട്ടുള്ളൊരു വൈബ്രേഷനും കൂടി ഇതിനകത്ത് കയറി വരുമ്പോൾ നമ്മൾ ആക്ടിവിറ്റി കുറയും. അതൊരു ആട്ടമായിട്ട് നമ്മൾ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന നല്ല കുറച്ചും കൂടി നല്ല പെർഫോമൻസ്. അതിനാണ് ടോഡറി എന്ന് പറയുന്നത്. ഈ കാണിക്കുന്ന താഴെയുള്ളതല്ല. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് വേറെ ആയിരിക്കുള്ളൂ, അത് റിസപ്ഷന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ എയർബോണിലാണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ വന്നിട്ട് അത് ഡിസ് ചെയ്തിട്ട് ആ ഭാഗം നമുക്കറിയാം. ഏകദേശം ആ ഇരിക്കുന്ന ആക്ച്വൽ സോണം ശരിക്കുള്ളതാണല്ലേ? അതിന് ഏകദേശം 40 കിലോമീറ്റർ. സാർ, അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ എയർ റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം വരില്ലേ ശരിക്കും ഉപയോഗിക്കുന്ന സമയത്ത്? നമ്മൾ ഈ എയർ ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ.
നമ്മൾ ഒരുപാട് ദൂരെയൊന്നും ഓടിച്ചുകൊണ്ടിരിക്കില്ല ഇങ്ങനെ. നമ്മളെ എവിടെയാണ് ഏകദേശം ഒരു 50 മീറ്റർ ഉയരത്തിലൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ അത് ഡിപ്ലോയ് ചെയ്ത് പോകുമ്പോൾ ഇത് ഒതുങ്ങിയായിരിക്കും ഇതിങ്ങനെ വിടർത്തുന്നതാണ്. താഴെത്തുമ്പോൾ ബോഡി ഓക്കെ. അതിന് വെള്ളത്തിലേക്ക് ഇറക്കിയതിന് ശേഷമാണ് വിടർത്തുന്നത്. ഓക്കെ ഓക്കെ. ഇങ്ങനെ പോകാം. ആവശ്യം കഴിഞ്ഞാൽ ചുരുക്കിയിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ അതേപോലെ വിളിച്ചില്ല അല്ലേ? അതുപോലെ ഇതിലാണെന്നുണ്ടെങ്കിൽ സബ്മറൈനിലാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ളതാണ്. സബ്മറൈനിൽ കണ്ണില്ലല്ലോ, അപ്പോൾ ഒരുപാട് തരത്തിൽ ഇപ്പോൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന പാസീവ് സർവലൻസിന് വേണ്ടിയിട്ട് സർവലൻസിന് വേണ്ടിയിട്ട് അത് മുമ്പോട്ട് പോകണമെങ്കിൽ ആ സാധനം ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. അതിൽ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ളത്. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിട്ട് അത് ബേസിക്കലി അതിൻ്റെ ഫ്രീക്വൻസി ഗെയിനൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഒരു ആക്ച്വൽ പ്രൊജക്ടർ. ശരി, താഴെയുള്ള അല്ലേ? അതൊരു സോണോബോയ് എന്ന് പറയും, എക്സ്പെൻഡബിൾ സോണാറാണ്. വെള്ളത്തിലിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, തനിയും മുങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡാറ്റ എങ്ങനെ ഇട്ട് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് സിഗ്നലിൽ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് റേഡിയോ വേവ്സ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി അല്ലേ? ഒറ്റ പ്രാവശ്യം നമ്മൾ ഇടുന്ന 8 മണിക്കൂർ 6 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം, എത്ര മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് തന്നെ മുങ്ങിപ്പോൾ അതുവരേക്ക് ഇത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ച. അപ്പോൾ ഇവിടെ ഇനിയും സ്റ്റാളുകൾ ഇനിയും ഫില്ലാവാനുണ്ട്, ഇനിയും ധാരാളം കാര്യങ്ങൾ ഇവിടെ വരാനുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 400ഓളം സയൻറ്റിസ്റ്റുകളും ഏകദേശം ഒരു 300ഓളം ടോക്ക് ഷോയും ഇവിടെ ഉണ്ടാകും അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട്. 11-ാം തീയതി വരെ ഈ പരിപാടി ഉണ്ടാകും. പബ്ലിക്കിന് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം സൗജന്യമാണ്, ആർക്കും ടിക്കറ്റോ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് മാത്രമല്ല അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാഴ്ചകളൊക്കെ കാണുക, ശാസ്ത്ര അവബോധമുള്ള പൗരന്മാരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.